താമരശ്ശേരി അടിവാരം സ്വദേശിനി സുബൈദയെ കൊന്ന മകൻ ആഷിഖിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ചാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയത്. നിലവിൽ പ്രാഥമിക മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഇന്നു തന്നെ പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തും. വൈകിട്ടോടെ സുബൈദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ കൊലപാതകത്തിന്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാവുകയുള്ളൂ. ജന്മം നൽകിയതിന് അമ്മയെ കൊലപ്പെടുത്തി എന്നതാണ് ആഷിഖിന്റെ പ്രാഥമിക മൊഴി. വളരെ പ്രതീക്ഷയോടെയായിരുന്നു ആഷിഖിനെ കോഴിക്കോട്ടെ സ്വകാര്യ കോളേജിൽ ചേർത്തിരുന്നത്. സൗഹൃദ വലയം ആഷിഖിനെ ലഹരിക്കടിമയാക്കി. ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിൽ കഴിയവെയാണ് ഉമ്മ സുബൈദയെ കാണാൻ സഹോദരിയുടെ വീട്ടിലെത്തിയത്. തേങ്ങ പൊളിക്കാനാണെന്ന വ്യാജേനെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അരിവാൾ കത്തി വാങ്ങി അതിക്രൂരമായി ഉമ്മയെ കൊലപ്പെടുത്തി. എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉള്ളിൽ താത്തേനെ വെട്ടിയുണ്ട് കുടുംബം കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വാതിൽ തുറക്കുന്നില്ലായിരുന്നു, ഉള്ളിലായിരുന്നു. പിന്നെ സൗണ്ട് കെട്ടി കത്തിയും കൊണ്ട് പുറത്തേക്ക് ആർക്കാ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിന് എടുത്തുനിന്ന് കത്തിയും കഴുകി കത്തി അവിടെ വെച്ച് പിന്നെ ഉള്ളിൽ കയറി വാതിലടക്കുക ചെയ്തത്. സുബൈദയ്ക്കും ആഷിഖിനും വേണ്ട ഭക്ഷണമെല്ലാം തയ്യാറാക്കി പുലർച്ചെ പുറത്തു പോയതായിരുന്നു സഹോദരി. വീട്ടിൽ ആരുമില്ലായിരുന്നു. ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ അവളോട് എപ്പോഴും പറയലാ, ഓനെ ഇനി ഏറ്റുമുട്ടുകയും ചെയ്യരുത് എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ ഓനായിട്ട് കൊളുത്താൻ പോയാലേ എന്നോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിശ്വാസമായി, എനക്കൊടുങ്ങി ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ്. സുബൈദയെ ആഷിഖ് കൊലപ്പെടുത്തിയത് സ്വബോധത്തിലോ അതോ ലഹരിയുടെ കെട്ടബോധത്തിലോ എന്നറിയണം. കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായോ എന്നതും അറിയണം. വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് സംഘം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.